LibreOffice Writerൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓട്ടോകറക്ട് ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, സ്പെൽചെക്ക്, ഓട്ടോകറക്ട്. ഇതിനായി ഉപയോഗിക്കുന്നത് GNU LibreOffice സ്യൂട്ട് വെർഷൻ 334. ഇപ്പോൾ റൈറ്ററിലെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ബട്ടണെ കുറിച്ച് പഠിക്കാം. ഇത് ഒരു ഡോക്യുമെന്റിൽ ചില ടെക്സ്റ്റിനായി തിരയുകയും ചിലപ്പോൾ അതിന് പകരം മറ്റൊന്ന് വയ്ക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം. ആദ്യം resume.odt ഫയൽ തുറക്കുക. എഡിറ്റ് ഓപ്ഷൻ എന്നിട്ട് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു രീതിയിൽ സ്റ്റാൻഡർഡ് ടൂൾ ബാറിൽ അതിനായുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയുമാകാം. സെർച്ച് ഫോർ, റിപ്ലേസ് വിത്ത് എന്നീ ഫീൽഡുകളുള്ള ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. നിങ്ങൾക്ക് തിരയേണ്ട ടെക്സ്റ്റ് സെർച്ച് ഫോർ ഫീൽഡിൽ കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മുടെ ഡോക്യുമെന്റിൽ രമേശ് എന്ന് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. അതിനായി സെർച്ച് ഫോർ ഫീൽഡിൽ രമേശ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫൈൻഡ് ഓൾ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെന്റിൽ രമേശ് ഉള്ള സ്ഥലങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. റീപ്ലേസ് വിത്ത് ഫീൽഡിൽ നിങ്ങൾക്ക് ഇതിന് പകരം നൽകേണ്ട ടെക്സ്റ്റ് കൊടുക്കുക. ഉദാഹരണത്തിന് രമേശിന് പകരം മനീഷ് കൊടുക്കാം. അതിനായി മനീഷ് എന്ന് റിപ്ലേസ് വിത്ത് ടാബിൽ ടൈപ്പ് ചെയ്യുക. റിപ്ലേസ് ഓൾ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെന്റിൽ രമേശ് ഉള്ളിടത്തൊക്കെ മനീഷ് ആയത് കാണാം. ഡയലോഗ് ബോക്സിന്റെ കീഴ്ഭാഗത്ത് മോർ ഓപ്ഷൻസ് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. മോർ ഓപ്ഷൻസ് ബട്ടണിൽ ചില പ്രത്യേക ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷനുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ബാക്ക്വാർഡ്സ് ഇത് ടെക്സ്റ്റിനായി താഴെ നിന്ന് മുകളിലേക്ക് തിരയുന്നു. കറന്റ് സെലക്ഷൻ ഓൺലി ഇത് സിലക്റ്റ് ചെയ്ത ടെക്സ്റ്റിനുള്ളിൽ മാത്രം ആ ടെക്സ്റ്റിനായി തിരയുന്നു. ഇതിന് ചില അഡ്വാൻസ്ഡ് ഓപ്ഷനുകളുമുണ്ട്. റെഗുലർ എക്സ്പ്രഷൻസ്, സെർച്ച് ഫോർ സ്റ്റൈൽസ് തുടങ്ങിയവ. ഡയലോഗ് ബോക്സിന് വലതുവശത്ത് 3 ഓപ്ഷനുകൾ കൂടി ഉള്ളതായി കാണാം. അവ അട്രിബ്യൂട്ട്സ്, ഫോർമാറ്റ്, നോ ഫോർമാറ്റ്. അവ യൂസർസിന് അഡ്വാൻസ്ഡ് ആയ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷനുകൾ നൽകുന്നു. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇവയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ട്യൂട്ടോറിയലുകളിൽ പഠിക്കുന്നു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഫീച്ചറിനെ പഠിച്ച ശേഷം നമ്മളിപ്പോൾ സ്പെൽചെക്ക് ഉപയോഗിച്ച് സ്പെല്ലിങ്സ് പരിശോധിക്കുന്നത് പഠിക്കുന്നു. ഒരു ഡോക്യുമെന്റിന്റെ സിലക്റ്റ് ചെയ്ത ഭാഗത്തെ അല്ലെങ്കിൽ മുഴുവൻ ഭാഗത്തെയും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പരിശോധിക്കുന്നതിന് സ്പെൽചെക്ക് ഉപയോഗിക്കുന്നു. സ്പെൽചെക്ക് കഴ്സറിന്റെ നിലവിലുള്ള ഭാഗത്ത് നിന്നും ആരംഭിച്ച് ഒരു ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ സിലക്ഷന്റെ അവസാനം വരെ പരിശോധിക്കുന്നു. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റിന്റെ ആദ്യം മുതൽ സ്പെൽചെക്ക് നടത്താനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. സ്പെൽചെക്ക് വാക്കുകളിലെ തെറ്റുകൾ പരിശോധിക്കുകയും വേണമെങ്കിൽ പരിചിതമല്ലാത്ത വാക്കുകൾ ഡിക്ഷണറിയിൽ ചേർക്കാനുള്ള ഓപ്ഷൻ നൽകുകയും ചെയ്യുന്നു. ഇത് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. സ്പെൽചെക്ക് ഓരോ ഭാഷയ്ക്കും പ്രത്യേകമായുണ്ട്. ഉദാഹരണത്തിന് മെനു ബാറിലെ ടൂൾസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ ലാംഗ്വേജ് സെറ്റിംഗ്സ് എന്നിട്ട് ലാംഗ്വേജസ് ക്ലിക്ക് ചെയ്യുക. യൂസർ ഇന്റർഫേസ് ഓപ്ഷന് താഴെ ഡിഫോൾട്ട് ഓപ്ഷനായി ഇംഗ്ലീഷ് USA തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിന് താഴെ ലോക്കേൽ സെറ്റിംഗ് ഫീൽഡിൽ ഡൌൺ ആരോ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് USA ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡിഫോൾട്ട് ലാംഗ്വേജസ് ഫോർ ഡോക്യുമെന്റ്സ് ഹെഡിംഗിന് താഴെ വെസ്റ്റർൻ ഫീൽഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡിഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് Indiaയാണ്. ഇംഗ്ലീഷ് Indiaക്ക് സ്പെൽചെക്കിന് ആവശ്യമായ ഡിക്ഷണറി ഉണ്ടാകാൻ ഇടയില്ലാത്തതിനാൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് USAയിലേക്ക് മാറ്റുന്നു. വെസ്റ്റർൻ ഫീൽഡിലെ ഡൌൺ ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് USA ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് USAക്ക് വേണ്ടി സ്പെൽചെക്ക് എങ്ങനെ നടക്കുന്നു എന്ന് കാണാൻ സജ്ജമാണ്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഫീച്ചർ ഉപയോഗിക്കുന്നതിനായി ഓട്ടോ സ്പെൽചെക്ക് എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എനേബിൾ അല്ലെങ്കിൽ ടൂൾ ബാറിലെ ഓട്ടോ സ്പെൽചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ resumeഓഡ്റ്റ് ഫയലിൽ മദർസ് occupationന് താഴെ ഹൗസ്വൈഫ് എന്നത്
തെറ്റായി ഹ്യൂസ്വൈഫ് എന്ന് കൊടുത്ത് സ്പേസ് ബാർ പ്രസ് ചെയ്യുക. തെറ്റായ വാക്കിന് താഴെ ഒരു ചുവപ്പ് വര കാണുന്നു. കഴ്സർ ഹ്യൂസ്വൈഫിന് മുകളിൽ വെച്ചിട്ട് സ്റ്റാൻഡർഡ് ടൂൾ ബാറിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നോട്ട് ഇൻ ഡിക്ഷണറി ഫീൽഡിൽ ആ വാക്ക് കാണാം. അക്ഷരത്തെറ്റുള്ള വാക്ക് ചുവപ്പ് നിറത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നു. സജഷൻസ് ബോക്സിൽ ശരിയായ വാക്കിന് വിവിധ നിർദ്ദേശങ്ങൾ കാണാം. ഇതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാം. സജഷൻ ബോക്സിൽ ഹൗസ്വൈഫ് എന്ന വാക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ചെറിയ ഡയലോഗ് ബോക്സിൽ ഓകെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെന്റിൽ ശരിയായ സ്പെല്ലിംഗ് കാണാം. മാറ്റങ്ങൾ അൺഡു ചെയ്യാം. അടുത്തതായി ഒരു സ്റ്റാൻഡർഡ് ടൂൾ ബാർ ഓപ്ഷനായ ഓട്ടോകറക്ട് ഓപ്ഷൻ പഠിക്കാം. സ്പെൽചെക്കിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഓട്ടോകറക്ട്. മെനു ബാറിലെ ഫോർമാറ്റ് ഓപ്ഷനിലെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഓട്ടോകറക്ട് കാണാം. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷനുകൾക്ക് അനുസൃതമായി ഓട്ടോകറക്ട് തനിയെ ഫയൽ ഫോർമാറ്റ് ചെയ്യുന്നു. ഓട്ടോകറക്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഇവ തിരഞ്ഞെടുക്കാം. ഓട്ടോകറക്ട് ഡയലോഗ് ബോക്സ് തുറക്കപ്പെടുന്നു. ഓട്ടോകറക്ട് നിങ്ങൾ ടെക്സ്റ്റ് എഴുതുമ്പോൾ തന്നെ അത് ശരിയാക്കുന്നു. ഓപ്ഷൻസ് ടാബിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഓപ്ഷൻസിന് അനുസരിച്ച് തിരുത്തലുകൾ നടക്കുന്നു. ഡിലീറ്റ് സ്പേസസ് അറ്റ് ദി എൻഡ് ആൻഡ് ബിഗിന്നിംഗ് ഓഫ് പാരാഗ്രാഫ്, ഇഗ്നോർ ഡബിൾ സ്പേസസ് തുടങ്ങി വിവിധ ഓട്ടോകറക്ട് ഓപ്ഷനുകളുണ്ട്. ഇതെങ്ങനെ നടക്കുന്നുവെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. നമ്മുടെ റെസ്യൂമെ ഫയലിൽ ചില സ്ഥലങ്ങളിൽ വാക്കുകൾക്ക് ഇടയ്ക്ക് സിംഗിൾ സ്പേസും മറ്റ് ഇടങ്ങളിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ സ്പേസുകളും നൽകുന്നു. ഇപ്പോൾ മുഴുവൻ ടെക്സ്റ്റും സിലക്റ്റ് ചെയ്യുക. മെനു ബാറിലെ ഫോർമാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രോപ്പ് ഡൗൺ മെനുവിലെ ഓട്ടോകറക്ട് ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഓട്ടോകറക്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇഗ്നോർ ഡബിൾ സ്പേസസ് ചെക്ക് ചെയ്തിട്ട് ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ വേർഡ്സിന് ഇടയിലുള്ള ഡബിൾ സ്പേസുകൾ സ്വയമേ ഒഴിവാക്കപ്പെടുന്നു. മനീഷ് എന്ന പേരിന് ശേഷം കഴ്സർ വെച്ചിട്ട് കീബോർഡിൽ 2 പ്രാവശ്യം സ്പേസ് ബാർ കൊടുക്കുക. കഴ്സർ ഒരു പ്രാവശ്യം മാത്രമേ നീങ്ങുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാം. സിംഗിൾ സ്പേസിന് ശേഷം സർനെയിം കുമാർ എന്ന് കൊടുക്കുക. ഓട്ടോകറക്റ്റിന് ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു ചുരുക്കെഴുത്തിന് പകരമായി കുറച്ചും കൂടി വലിയ ടെക്സ്റ്റ് നൽകാനുള്ള കഴിവുണ്ട്. ഷോർട്ട്കട്സ് സൃഷ്ടിക്കുന്നത് വഴി ഇത് ടൈപ്പിംഗ് എഫർട്ട്സ് കുറയ്ക്കുന്നു. ഉദാഹരണത്തിന് resumeഓഡ്റ്റ് ഫയലിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കോ ഒരു കൂട്ടം വാക്കുകളോ ഉണ്ടെന്ന് കരുതുക. ഇത് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്നത് ക്ലേശകരമാണ്. ഡോക്യുമെന്റിൽ തിസ് ഐഎസ് a സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്ന് ആവർത്തിച്ച് എഴുതണമെന്ന് കരുതുക. ഇതിനായി വേണ്ട ടെക്സ്റ്റിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ചുരുക്കെഴുത്ത് സൃഷ്ടിക്കാം. ഇപ്പോൾ എസ്ടിപി സ്വയമേ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ആകുന്നത് എങ്ങനെയെന്ന് കാണാം. ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോകറക്ട് ഓപ്ഷനിലേക്ക് പോകുക. അവിടെ ഓട്ടോകറക്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിലെ റിപ്ലേസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജ് ഇംഗ്ലിഷ് USA ആണോ എന്ന് നോക്കുക. റിപ്ലേസ് ഫീൽഡിൽ എസ്ടിപി എന്ന ചുരുക്കെഴുത്ത് നൽകുക. വിത്ത് ഫീൽഡിൽ യഥാർത്ഥ ടെക്സ്റ്റ് ആയ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് കൊടുക്കുക. ഡയലോഗ് ബോക്സിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് റിപ്ലേസ്മെന്റ് ടേബിളിൽ കാണുന്നു. ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ തിസ് ഐഎസ് a എസ്ടിപി എന്ന ടെക്സ്റ്റ് എഴുതുന്നുവോ അപ്പോഴൊക്കെ എസ്ടിപി സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്ന് മാറുന്നതായി കാണാം. ഒരു ഡോക്യുമെന്റിൽ ഒരു ടെക്സ്റ്റ് ആവർത്തിച്ച് വരുമ്പോൾ ഇത് വളരെ സഹായകരമാണ്. ഇപ്പോൾ മാറ്റങ്ങൾ അൺഡു ചെയ്യാം. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു.
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, സ്പെൽ ചെക്ക്, ഓട്ടോകറക്ട്. ഒരു അസൈൻമെന്റ്. താഴെ പറയുന്ന ടെക്സ്റ്റ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുക. This is a new document. The document deals with find and replace. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഡോക്യുമെന്റ് എന്ന വാക്കിന് പകരം ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഉപയോഗിച്ച് ഫയൽ എന്നാക്കുക. നിങ്ങളുടെ ഡോക്യുമെന്റിലെ ടെക്സ്റ്റിന് t x t എന്ന സ്പെല്ലിംഗ് നൽകുക. ടെക്സ്റ്റിന്റെ സ്പെല്ലിംഗ് ശരിയാക്കുവാൻ സ്പെൽ ചെക്ക് ഫീച്ചർ ഉപയോഗിക്കുക. ഇംഗ്ലിഷ് USA നിങ്ങളുടെ ഡിഫോൾട്ട് ലാംഗ്വേജ് ആക്കുക. ഓട്ടോകറക്ട് ഫീച്ചർ ഉപയോഗിച്ച് തിസ് ഈസ് a LibreOffice Writerന് TLW എന്ന ചുരുക്കെഴുത്ത് സൃഷ്ടിക്കുക. എന്നിട്ട് അത് നടപ്പിലാക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.